ഇപ്പോൾ ഒരു അഭിനയ ജീവിതത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മൈ ബോസിന് ശേഷം സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ സീരിയലിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഉപ്പുമുളകിന് ശേഷം അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഉപ്പുമുളകിന് ശേഷം ഒരുപാട് സിനിമകളൊക്കെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞ എല്ലാ കഥാപാത്രങ്ങളും അത് ചെയ്തുകൊണ്ടിരുന്നതിന് ശേഷമാണ് വന്നത്. അത് ചെയ്തതിന് തുടങ്ങിയതിന് ശേഷമാണ് നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഉപ്പുമുളകിന് മുന്നേ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം സിനിമയെ ഇല്ലാണ്ടായി, സീരിയൽ മാത്രം അങ്ങോട്ട് ചെയ്തു തുടങ്ങി. അവിടെയും പാരകളൊക്കെ ഇഷ്ടം പോലെ വന്നുകൊണ്ടാണ് കേട്ടോ സീരിയലിലേക്ക് മൊത്തമായിട്ട് അങ്ങ് പോയത്. സിനിമയിൽ നിന്ന് ഒരുപാടൊക്കെ പാരകളൊക്കെ വന്നിട്ടുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. അതെന്നെ പോലെ മിക്കവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ സീരിയൽ മാത്രം, പാരകളെന്ന് പറഞ്ഞാൽ അറിയാലോ എപ്പോഴും എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ പിന്നെ സീരിയൽ മാത്രമേ ചെയ്യാം. അങ്ങനെ പോയാണ് പിന്നെ ഇവിടെ ഒന്ന് ബ്രേക്ക് വന്നു. അങ്ങനെ പിന്നെ ഇപ്പൊ കിട്ടുമ്പോൾ നല്ല കഥാപാത്രങ്ങൾ, പിന്നെ അതിനേക്കാൾ നല്ല കഥാപാത്രങ്ങളൊക്കെ വന്നു. ഇപ്പൊ ഒരേ തരത്തിലുള്ള വേഷങ്ങൾ ഇപ്പൊ നമ്മൾ എടുത്തു പറഞ്ഞ കുറച്ച് അമ്മ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരേ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ കഥാപാത്രങ്ങൾ എന്ത് ശൈലിയാണ് ചേച്ചി മാറ്റി പിടിക്കുക? സത്യം പറയട്ടെ, ഇങ്ങനെ ഒന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല ശരിക്കും. എനിക്ക് ഗുരുവായൂരപ്പ സത്യം, ഞാൻ ഇങ്ങനെ ഇപ്പൊ പറയുമ്പോഴും ഞാൻ ഓർക്കണം, ഞാൻ പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഇപ്പൊ പ്രിപ്പയർഡ് അല്ല, ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ അങ്ങനെ ചിന്തിക്കണുണ്ടോ ഇല്ല, ഞാൻ ചിന്തിക്കണേ ഇല്ല. നമ്മളിപ്പോൾ വായിക്കുമ്പോൾ നമുക്കൊരു കഥാപാത്രം നമുക്ക് സ്ക്രിപ്റ്റ് തരുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഒരു ഏകദേശം നമ്മൾ അതിലേക്ക് ഒന്ന് ചെല്ലും. നമ്മൾ ആ കഥാപാത്രത്തിന്റെ സിറ്റുവേഷൻ ഇതൊക്കെ ഒന്ന് ആലോചിക്കും എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഇല്ല, ബോധപൂർവം എനിക്ക് ശ്രമിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി വിവേകമൊന്നും ഇല്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് ചേച്ചിയുടെ ഓരോ കഥാപാത്രങ്ങൾ കാണുമ്പോൾ ഇപ്പൊ ആനന്ദത്തിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമാണ്. തണ്ണീർമത്തനിലെ അമ്മ കുറച്ചുകൂടെ യങ് ആണ് അല്ലെ? അപ്പം അതിനകത്തെന്ന് വെച്ചാല് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളുടെ മുന്നിലും ഡയറക്ടറുടെ മുന്നിലും ഈ കഥാപാത്രം ഉണ്ടല്ലോ. അപ്പൊ അവര് തരുന്ന ആ ഡയലോഗ്സും ഡയറക്ടർ തരുന്ന കമാൻഡിങ്ങും ആണ് നമ്മളുടെ അല്ലേ ആ കഥാപാത്രം നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അവരുടെ ഒരു ഇതായതുകൊണ്ട് ആ സ്ക്രിപ്റ്റിന്റെ ഗുണവും ഡയറക്ടറുടെ കഴിവുമാണ് ഒരു പക്ഷേ വ്യത്യാസം വരുന്നത്. പിന്നെ ചെയ്യുന്നത് നമ്മളാണ്. അപ്പൊ അത് അവർ രണ്ടര ഇതും പിന്നെ നമ്മളും കൂടെ കുറച്ച് നമ്മൾ ശ്രമിക്കുമല്ലോ എന്തായാലും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ഏതെങ്കിലും വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഖേദം അങ്ങനെ വന്നിട്ടുണ്ടോ? അതൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനത് അങ്ങനെ ഓർത്തൊന്നും വിഷമിക്കേ അങ്ങനെ എനിക്കല്ലാത്തത് എന്തെങ്കിലും ഒരിക്കലും ഇരിക്കാൻ പറ്റില്ലല്ലോ. അതെ. ഇപ്പൊ ഇത്രയും കഥാപാത്രങ്ങളിൽ അഭിനയിച്ചിട്ടും ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും എന്നാലും ആളുകൾ എടുത്തു പറയാതിരിക്കുകയും ചെയ്ത ഏതെങ്കിലും കഥാപാത്രം ഉണ്ടോ? ഇപ്പൊ പറയാം, ഞാൻ ഇപ്പോ എഴുത്തോല എന്ന് പറഞ്ഞൊരു മൂവിയിൽ അഭിനയിച്ചു. ഒരു 75 വയസ്സുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നല്ല പടമായിരുന്നു, ഭയങ്കര. അതായത് നമ്മള് യങ് സ്റ്റേജും കാണിക്കുന്നുണ്ട്. പ്രസന്റ് പോണത് വയസ്സായ ക്യാരക്ടറാണ്, 75 വയസ്സുള്ള ക്യാരക്ടറാണ്. അത് 13 അന്താരാഷ്ട്ര അവാർഡ് ഉണ്ടായിരുന്നു ആ പടത്തിന്. ഈ സെൻട്രൽ ക്യാരക്ടറാണ്, ഈ ക്യാരക്ടറാണ് ആ പടം കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവരുടെ ജീവചരിത്രം, അതായത് പണ്ടത്തെ എഴുത്തോല ആശാത്തി, മണ്ണിലൊക്കെ നിലത്തെഴുത്തൊക്കെ പഠിപ്പിക്കുന്ന ഒരു ആശാത്തിയുടെയും ആശാന്റെയും കഥ. അപ്പോൾ അത് 13 അന്താരാഷ്ട്ര അവാർഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു അവാർഡ് പോലും അതിനുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ആ സിനിമ റിലീസായ സമയത്തെ കാര്യങ്ങൾ. ഒരു അവാർഡ് പോലും ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ആരെങ്കിലും പറയാൻ പോലുമുള്ള സാഹചര്യം തിയേറ്ററിലും വന്നില്ല. തിയേറ്ററിൽ കുറച്ച് ദിവസമേ ഓടിയുള്ളൂ. അപ്പൊ അത് കണ്ട ആൾക്കാരൊക്കെ നല്ലത് പറഞ്ഞു, കാണാത്ത ആൾക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാവും. നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഈ പറഞ്ഞ പോലെ നമ്മള് പ്രതീക്ഷകൾ ഉണ്ടാവും ചില ക്യാരക്ടർ ചെയ്യുമ്പോൾ അല്ലേ. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു അത്. പക്ഷെ അത് എനിക്ക് എപ്പോഴും വിഷമം തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ആ പടത്തിന് ഒരു അവാർഡ് അത്രയും നല്ലൊരു പടമായിരുന്നു. എന്റെ കഥാപാത്രത്തിന് അറിയല്ല ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. കാരണം പണ്ടത്തെ ഒരു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ആണ് ആ സിനിമ പറയുന്നത്. അപ്പൊ അതൊക്കെ വിഷമം തന്നെയാണ്. അതെ.